الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അത് ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. സഹാബത്ത് അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കിനോടും അവർ എതിരായി നിന്നിരുന്നില്ല. റസൂലിന്റെ സുന്നത്തുകൾ അത് ഒപ്പിയെടുക്കുകയും ജീവിതത്തിൽ അത് പൂർണ്ണാർത്ഥത്തിൽ അത് നടപ്പിലാക്കുകയും ചെയ്തവരാണ് സഹാബത്ത് എന്ന് പറയുന്നവർ. അതിന്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഒരിക്കൽ മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പള്ളിയിലേക്ക് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ വെച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സദസ്സിൽ രണ്ടാളുകൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒച്ചത്തിൽ സംസാരിക്കുകയാണ്. അവരോട് റസൂലുള്ള പറഞ്ഞു, ഇജ്ലിസു, നിങ്ങൾ ഇരുന്നു കൊള്ളുക. ഈ സമയത്താണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് പള്ളിയുടെ കവാടത്തിലൂടെ പ്രവേശിക്കുന്നത്. അദ്ദേഹം റസൂലുള്ള ഇജ്ലിസു എന്ന് പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം ആ പള്ളിയുടെ കവാടത്തിൽ തന്നെ അദ്ദേഹം ഇരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ആ കവാടത്തിൽ ഇരിക്കുന്നത്? അദ്ദേഹം കൊടുത്ത മറുപടി, ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ കേട്ട വാചകം എന്താണ്? നിങ്ങൾ ഇരുന്നു കൊള്ളുക എന്നുള്ളതാണ്. അപ്പോൾ റസൂലെ, താങ്കളുടെ ഒരു വാക്കിനോട്, ഒരു കൽപ്പനയോട് എതിരാകുന്നത് ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ആ പള്ളിയുടെ കവാടത്തിൽ ഞാൻ ഇരുന്നത് എന്ന് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മറുപടി നൽകിയതായി കാണാം. അതുപോലെ തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ സഹാബത്ത് നമസ്കരിക്കുകയാണ്, ജമാഅത്തായി നമസ്കരിക്കുകയാണ്. റസൂലുള്ള ഇമാമാൻ. അവർ ചെരുപ്പ് ധരിച്ചിട്ടാണ് എല്ലാവരും നമസ്കരിക്കുന്നത്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകുകയാണ്, റസൂലെ, താങ്കളുടെ ചെരുപ്പിൽ അതിൽ നജസിന്റെ അംശമുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിൽ അവിടുന്ന് ചെരുപ്പൂരുകയാണ്. ഇത് കണ്ടപാടെ പിറകിലുള്ള സഹാബത്തെല്ലാം അവർ നമസ്കാരത്തിൽ അവരുടെ ചെരുപ്പുകൾ ഊരുകയുണ്ടായി. നമസ്കാരം കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ചെരുപ്പഴിച്ചത്? അവർ പറഞ്ഞു, റഅയ്നാക അൽഖൈതന അലൈക ഫഅൽഖൈനാ നിആലനാ. റസൂലേ, താങ്കളുടെ ചെരുപ്പൂരുന്നതായി ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങളുടെ ചെരുപ്പുകളും ഊരിവെച്ചു എന്നവർ മറുപടി കൊടുക്കുകയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ അവർ ചോദ്യം ചെയ്യലുകളില്ലാതെ അവർ അതിനെ പൂർണ്ണമായും അവരുടെ ജീവിതത്തിലേക്ക് പകർത്തിയിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ രൂപം, അതുപോലെ വുദൂഇന്റെ രൂപം, ആ നമസ്കാരക്കാർക്ക് അവർക്ക് സംഭവിക്കാവുന്ന അബദ്ധങ്ങൾ, വീഴ്ചകൾ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും റസൂലിന്റെ സുന്നത്തിനെ പിൻപറ്റുവാനാണ്. ആ റസൂലിന്റെ സുന്നത്തിനോട് ഏറ്റവും പൂർണ്ണമായ രീതിയിൽ അത് യോജിക്കുവാനാണ്, അത്തരത്തിൽ ഇബാദത്തുകൾ അനുഷ്ഠിക്കുവാനാണ് നാം ഇതെല്ലാം പഠിക്കുകയും അത് പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ വുദൂഇൽ സംഭവിക്കാവുന്ന ചില പോരായ്മകൾ, അബദ്ധങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അതിന്റെ തുടർച്ചയായി പണ്ഡിതന്മാർ പറയുകയാണ്, ഒന്നാമത്തേത് ഇഅ്തിഖാദു കറാഹത്തിൽ കലാമി അസ്നാ അൽ വുദൂ. വുദൂഇന്റെ ഇടയിൽ സംസാരിക്കാൻ പാടില്ല എന്ന ചില ധാരണ ചില ആളുകൾക്കുണ്ട്. വുദൂഇന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോയാൽ അത് വുദൂ ബാത്തിലാക്കി കളയുന്ന കാര്യമാണ് എന്ന് പറയുന്നതായി കാണാം. ചില ആളുകൾ പറഞ്ഞത് കറാഹത്താണ്. എന്നാൽ വലൈസ അലാ ദാലിക ദലീലുൻ സ്വഹീഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ ഒരു തെളിവും ആ വിഷയത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വുദൂഇന്റെ ഇടയിൽ ഒരാൾക്ക് സംസാരിക്കണമെന്ന വല്ല ആവശ്യവുമുണ്ടെങ്കിൽ അത് സംസാരിക്കൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തതായി ഇഅ്തിഖാദു വുജൂബിൽ വുദൂഇ
ലികുല്ലി സ്വലാത്തിൻ ബിദൂനി ഹദസ്, എല്ലാ നിർബന്ധ നമസ്കാരങ്ങൾക്കും അതല്ലെങ്കിൽ എല്ലാ നമസ്കാരങ്ങൾക്കും പ്രത്യേകമായി വുദൂ ചെയ്യൽ നിർബന്ധമാണ്. ആ വുദൂ മുറിഞ്ഞിട്ടില്ലെങ്കിലും വുദൂ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എല്ലാ നിസ്കാരങ്ങൾക്കും വുദൂ ചെയ്യൽ നിർബന്ധമാണ് എന്നുള്ള ധാരണ അതും തെറ്റാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വുദൂ കൊണ്ട് ധാരാളം നമസ്കാരങ്ങൾ നമസ്കരിച്ചതായി അവിടുന്ന് സ്ഥിരപ്പെട്ടു വന്നതായി കാണാം. യൗമുൽ ഫതഹ്, മക്ക ഫതഹിന്റെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്രകാരം ചെയ്തിട്ടുണ്ട്. എന്നാൽ പണ്ഡിതന്മാർ പറയുകയാണ്, വഅമ്മാ തജ്ദീദുൽ വുദൂഇ ലികുല്ലി സ്വലാത്തിൻ മുസ്തഹബ്ബുൻ, എന്നാൽ എല്ലാ നമസ്കാരങ്ങൾക്ക് വേണ്ടിയും വുദൂ പുതുക്കുക എന്നുള്ളത് അത് മുസ്തഹബാണ്, സുന്നത്തായ കാര്യമാണ്. പക്ഷെ അത് നിർബന്ധമാണ് എന്ന് പറയാൻ തെളിവില്ല. അതുകൊണ്ട് ഓരോ നമസ്കാരങ്ങൾക്കും വുദൂ മുറിഞ്ഞില്ലെങ്കിലും നിർബന്ധമായും വുദൂ എടുക്കണം എന്നുള്ളത് അത് ശരിയായതല്ല. അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ്, അൽ വുദൂഉ അലൽ വുദൂഇ ദൂന അൻ യതഖല്ലല ബൈനഹുമാ സ്വലാത്തുൻ, ഒരു വുദൂ എടുക്കുക, എന്നിട്ട് ആ വുദൂ കൊണ്ട് നമസ്കരിച്ചിട്ടില്ല, വീണ്ടും ആ വുദൂഇന്റെ മേൽ വീണ്ടും ഒരു വുദൂ എടുക്കുക, വുദൂ മുറിയാതെ വീണ്ടും ഒരു വുദൂ എടുക്കുക. ഇതെന്താണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ള പറയുകയാണ്, وإنما تكلم الفقهاء في من صلى بالوضوء الأول هل يستحب له التجديد. നമ്മൾ നേരത്തെ പറഞ്ഞു വുദൂ എടുത്ത ആൾ ആ വുദൂ പുതുക്കുക എന്നുള്ളത് അത് സുന്നത്താണോ അനുവദനീയമാണോ എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് ആരെക്കുറിച്ചാണ്? ആദ്യത്തെ വുദൂ എടുക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയും എന്നിട്ട് വീണ്ടും നമസ്കരിക്കുന്ന ഒരാളെ കുറിച്ചാണ് വുദൂ പുതുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച വരുന്നത്. എന്നാൽ ഒരു വ്യക്തി വുദൂ എടുത്തു, എന്നിട്ട് ആ വുദൂ കൊണ്ട് അദ്ദേഹം ഒന്നും നമസ്കരിച്ചിട്ടില്ല, എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അദ്ദേഹം നമസ്കരിക്കാൻ നിൽക്കുകയാണ്, അദ്ദേഹത്തിന്റെ വുദൂ നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ വീണ്ടും വുദൂ എടുക്കുക എന്നുള്ളത് അദ്ദേഹം പറയുകയാണ് അതെന്താണ്? ഫീ മിസ്ലി ഹാദാ ബിദ്അത്തുൻ മുഖാലിഫത്തുൻ ലിസുന്നതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് റസൂലിന്റെ സുന്നത്തിൽ സ്ഥിരപ്പെടാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അടുത്തതായിട്ട് അൽ-ഇഅ്തിഖാദു അന്നൽ വുദൂഅ ലാ യുജ്സിഉ ഇല്ലാ ബിഗസ്ലിൽ അദ്വി 3 മർറാത്തിൻ, 3 തവണ അവയവങ്ങൾ കഴുകിയാലേ വുദൂ ശരിയാകൂ എന്നുള്ള ധാരണ അത് തെറ്റാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വുദൂഇന്റെ അവയവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ അവയവങ്ങളും 1 തവണ കഴുകി വുദൂ എടുത്തിട്ടുണ്ട്, 2 തവണ കഴുകി വുദൂ എടുത്തിട്ടുണ്ട്, 3 തവണ കഴുകി വുദൂ എടുത്തിട്ടുണ്ട്. ഇതിൽ 1 തവണ കഴുകുക എന്നുള്ളത് നിർബന്ധമാണ്, വാജിബാണ്. 2ഉം 3ഉം തവണ കഴുകുക എന്നുള്ളത് സുന്നത്താണ്. 3-ലധികമാക്കുക എന്നുള്ളത് അത് പാടില്ലാത്ത കാര്യമാണ്. എന്നാൽ ചില ആളുകൾ ധരിച്ചത് 3 തവണ നിർബന്ധമായിട്ടും കഴുകണമെന്നുള്ളതാണ്. അങ്ങനെയില്ല. ഒരാൾക്ക് നല്ല തണുപ്പുള്ള സമയമാണെന്ന് വിചാരിക്കുക, അയാൾക്ക് ഓരോ തവണ കഴുകി വുദൂ ചെയ്യാം. അതല്ലെങ്കിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ, ധാരാളം ആളുകളുണ്ട്, അങ്ങനെയാകുമ്പോൾ 1 തവണ ഓരോ അവയവങ്ങളും കഴുകി അദ്ദേഹത്തിന് എന്താക്കാം, വുദൂ ചെയ്യാം. എന്നാൽ തലയും ചെവിയും അതെല്ലാ സന്ദർഭത്തിലും ഒറ്റത്തവണയാണ് കഴുകേണ്ടത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി അടുത്തതായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് ഇആദത്തുൽ വുദൂഇ ലിമൻ അസാബത്ഹു നജാസത്തുൻ, വുദൂ എടുത്ത ഒരു വ്യക്തി അദ്ദേഹം വല്ല നജസുകളും സ്പർശിക്കുകയാണെങ്കിൽ, അത് കൈകൊണ്ട് തൊടുകയാണെങ്കിൽ വീണ്ടും വുദൂ എടുക്കണം എന്നുള്ള ധാരണ അതെന്തല്ല, അത് ശരിയല്ല. ഒരു വ്യക്തി വുദൂ എടുത്തു, അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് അദ്ദേഹത്തിന്റെ ചെറിയ കുട്ടി മൂത്രമൊഴിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വുദൂ മാറ്റിയെടുക്കേണ്ടതില്ല, മറിച്ച് എവിടെയാണോ ആ മൂത്രമായിട്ട് നജസായിട്ടുള്ളത് അവിടെ വൃത്തിയാക്കിയാൽ മതി. ആ വസ്ത്രമാണെങ്കിൽ ആ വസ്ത്രം കഴുകുക, അതല്ലെങ്കിൽ ആ ശരീരത്തിന്റെ അവയവമാണെങ്കിൽ അത് കഴുകുക, അതാണ് വേണ്ടത്. അതല്ലാതെ വുദൂ വീണ്ടും മാറ്റിയെടുക്കണം എന്നുള്ളത് അത് പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല, അത് നിർബന്ധമുള്ള കാര്യമല്ല. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, അൽ ഇൻകാറു അലാ മൻ യുജഫിഫു അഅ്ദാഅഹു ബഅദൽ വുദൂ, വുദൂ എടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ വുദൂഇന്റെ അവയവങ്ങൾ അത് തോർത്തുകൊണ്ടോ ടവല് കൊണ്ടോ ഒക്കെ അത് ഉണക്കുക, അത് തുടക്കുക. അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. അവർ പറയും അങ്ങനെ ഉണക്കാൻ പാടില്ല, അങ്ങനെ ഉണക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതെന്താണ്? അത് ശരിയല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അദ്ദേഹം വുദൂഇന്റെ അവയവങ്ങൾ ഉണക്കിയെന്നോ അതല്ലെങ്കിൽ ഉണക്കിയിട്ടില്ല എന്നോ രണ്ടും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് ഓരോ വ്യക്തിക്കും അവരുടെ സാഹചര്യങ്ങൾക്കും മസ്ലഹത്തിനും ഒക്കെ പരിഗണിച്ചുകൊണ്ട്
അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്, അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തതായി സ്ത്രീയെ സ്പർശിക്കുക എന്നുള്ളത് അത് വുളു മുറിക്കുന്ന കാര്യമാണ് എന്നുള്ള ധാരണ. പണ്ഡിതന്മാർ പറയുകയാണ്, ചില ഫുഖഹാക്കൾ ഇങ്ങനെയൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, സ്ത്രീയെ സ്പർശിച്ചാൽ അവന്റെ വുളു മുറിയുന്നതാണ്. അതെന്താണ്? വലൈസ അലൈഹി ദലീലുൻ, അതിന് ശരിയായ സഹീഹായ ഒരു ദലീലും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. മസ്സുൽ മർഅ, സ്ത്രീയെ മസ്സുൽ മർഅ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ഒന്നാമത്തേത് അൽ ജിമാ. ജിമാ എന്ന് പറഞ്ഞാൽ ഭാര്യയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിനാണ് അൽ ജിമാ എന്ന് പറയുക. ഇത് വുളൂ മുറിക്കും എന്ന കാര്യം ഇജ്മാ ആണ്, അതിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമില്ല. എന്നാൽ രണ്ടാമത്തേത് അൽ ലംസു, സാദാ ഉള്ള സ്പർശനം, അത് രണ്ട് നിലക്കുണ്ട്. ഒന്നാമത്തേത് എന്താണ്? അൽ അൽ മസ്സു ബിശഹ്വ, ശഹ്വത്തോടുകൂടി വികാരത്തോടുകൂടി സ്പർശിക്കുക എന്നുള്ളത്. അങ്ങനെ സ്പർശിച്ചാൽ ചില ഫുഖഹാക്കൾ പറഞ്ഞു, ഒരു വ്യക്തി വികാരത്തോടു കൂടിയാണ് ഒരു സ്ത്രീയെ സ്പർശിച്ചതെങ്കിൽ അവന്റെ വുളു നിരുപാധികമായി മുറിഞ്ഞു. എന്നാൽ മറ്റു ചില ഫുഖഹാക്കൾ പറഞ്ഞു, ഇല്ല, അങ്ങനെ മുറിയുകയില്ല, വികാരത്തോടു കൂടി സ്പർശിച്ചാലും മുറിയുകയില്ല. മുറിയണമെങ്കിൽ എന്ത് വേണം? അവൻ വികാരത്തോടു കൂടി സ്പർശിക്കുമ്പോൾ അവന്റെ ലൈംഗികാവയവത്തിലൂടെ എന്തെങ്കിലും പുറത്തേക്ക് വരണം. ആ വികാരത്തെ അതിന്റെ ഫലമായി എന്തെങ്കിലും പുറത്തു വരികയാണെങ്കിൽ അതെന്താണ്? വുളു മുറിക്കുന്നതാണ്. കാരണം ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വുളു ചെയ്തതിന് ശേഷം തന്റെ ഭാര്യമാരെ ചുംബിച്ചിരുന്നു, എന്നിട്ട് വുളു ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരാൾ വികാരത്തോടു കൂടി അങ്ങനെ ചെയ്താലും വുളു മുറിയുകയില്ല. പക്ഷേ അവന്റെ ഗുഹ്യാവയവത്തിലൂടെ വല്ലതും പുറത്തു വന്നാൽ, വുളു മുറിക്കുന്ന വല്ല കാര്യവും വന്നാൽ അവന്റെ വുളു മുറിയുന്നതാണ്. അവിടെയും വുളു മുറിയാനുള്ള കാരണം എന്തല്ല? സ്ത്രീയെ സ്പർശിച്ചു എന്നുള്ളതല്ല, മറിച്ച് അവന്റെ ലൈംഗികാവയവത്തിലൂടെ വല്ലതും പുറത്തു വന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. ഇനി രണ്ടാമത്തെ ഒരു സ്പർശനമുണ്ട്. എന്താണ്? ലംസുർ റഹ്മ. നമ്മൾ സാധാരണയായി സ്ത്രീകളെ തൊടുന്നത് കാരുണ്യത്തിന്റെ, റഹ്മത്തിന്റെ ഒരു തൊടൽ. അതെന്തല്ല? അത് വുളു മുറിക്കുന്ന കാര്യമല്ല. അവിടുന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കരിക്കുമ്പോൾ, അവിടുത്തെ റൂമിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാല് ചിലപ്പോൾ സുജൂദ് ചെയ്യുന്ന ഭാഗത്തുണ്ടാകും. റസൂലുള്ളാഹി സുജൂദ് ചെയ്യുമ്പോൾ എന്താക്കും? ആ കാല് അങ്ങോട്ട് തട്ടിമാറ്റും. അപ്പോൾ അത് വുളു മുറിക്കുന്ന കാര്യമല്ല എന്ന് അവിടുന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. എന്നാൽ നാം പറഞ്ഞതുപോലെ ചില ആളുകൾ അവർ ധരിച്ചത് സ്ത്രീയെ സ്പർശിച്ചാൽ വുളു മുറിയും എന്നുള്ളതാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ ശഹ്വത്തൊന്നുമില്ലാതെ, വികാരമില്ലാതെ തന്നെ ഒരു സ്ത്രീയെ സ്പർശിച്ചാൽ വുളു മുറിയും എന്നുള്ളത് അത് അങ്ങേയറ്റം ദുർബലമായ ഒരു അഭിപ്രായമാണ്. സ്വഹാബികളിൽ നിന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ ഈ ഒരു കാര്യം സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. കാരണം എന്താണ്? ഇത് പൊതുവെ നടക്കുന്ന കാര്യമാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വുളു ചെയ്താലും നമ്മുടെ ഭാര്യമാരുടെ അടുക്കൽ, മറ്റുള്ള സ്ത്രീകളുടെ അടുക്കലൊക്കെ, നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ അടുക്കലൊക്കെ നമ്മൾ വല്ല സാധനങ്ങൾ മേടിക്കുക, അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോൾ അവരെ തട്ടിപ്പോവുക എന്നുള്ളതൊക്കെ സ്വാഭാവികമാണ്. അത് വുളു മുറിക്കുന്ന കാര്യമായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുമായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ഇതാണ് വുളുവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇനി വുളു വെള്ളം കൊണ്ടാണ് നാം നിർവഹിക്കുക. വെള്ളം കിട്ടാതെ വരുമ്പോൾ, അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വരുമ്പോൾ ആ വുളുവിന്റെ പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് നിയമമാക്കിയ കാര്യമാണ് അത്തയമ്മും എന്ന് പറയുന്നത്. ഈ തയമ്മും ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട, അതല്ലെങ്കിൽ നമുക്ക് സംഭവിക്കാവുന്ന ചില അബദ്ധങ്ങൾ പണ്ഡിതന്മാർ സൂചിപ്പിച്ചതായി കാണാം. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് അത്തയമ്മുമു ബദലുൽ വുളു. വുളുവിന്റെ പകരമുള്ളതാണ് തയമ്മും എന്ന് പറയുന്നത്. വെള്ളം കിട്ടാതെ വരിക, അതല്ലെങ്കിൽ വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുക, ഈ സമയത്ത് വുളുവിന് പകരമായി ചെയ്യുന്നതാണ് തയമ്മും. അപ്പോൾ വുളു കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ തയമ്മും കൊണ്ടും പറ്റും. നമ്മൾ പറഞ്ഞു ഒരു വുളു കൊണ്ട് ആ വുളു നഷ്ടപ്പെടുന്നത് വരെ നമസ്കരിക്കാം. അതുപോലെ തന്നെയാണ് തയമ്മുമിന്റെ വിഷയവും. കാരണം ഇതിങ്ങനെ പറയാനുള്ള കാരണം ചില ഫുഖഹാക്കൾ അവർ എന്ത് പറഞ്ഞിട്ടുണ്ട്? തയമ്മും എന്ന് പറയുന്നത് അത് വുളുവിനെ പോലെ എല്ലാം പറ്റുകയില്ല, അത് ഒരു നിസ്കാരത്തെ നിനക്ക് അനുവദിക്കുകയുള്ളൂ. ഇപ്പോൾ ളുഹ്റിന് ഒരാൾ തയമ്മും ചെയ്താൽ ളുഹ്ർ കഴിഞ്ഞാൽ ആ തയമ്മും ബാത്തിലായി. പിന്നെ അസറിന് വീണ്ടും പുതിയ തയമ്മും എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ചില ഫുഖഹാക്കൾ. പക്ഷെ ഏറ്റവും ശരിയായ അഭിപ്രായം എന്താണ്? തയമ്മും എന്ന് പറയുന്നത് അത് വുളുവിന്റെ പകരമായിട്ടുള്ളതാണ്. അതുകൊണ്ട് വുളു കൊണ്ട് എന്തൊക്കെ പറ്റുമോ
അതെല്ലാം തയമ്മുമിനും പറ്റും. ഇനി വുദൂഇൽ തയമ്മുമിൽ ബാധിക്കുന്ന ഒന്നാമത്തെ അബദ്ധം എന്താണ്? അത്തയമ്മുമു മഅ വുജൂദിൽ മാ, വെള്ളമുണ്ടായിരിക്കെ തയമ്മും ചെയ്യുക. അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്. കാരണം വുദൂ ചെയ്യുക, ശുദ്ധി വരുത്തുക എന്നുള്ളതിന്റെ അടിസ്ഥാനം അത് വെള്ളമാണ്. അപ്പോൾ വെള്ളമുണ്ടായിരിക്കെ തയമ്മും ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞതായി കാണാം. ചില ആളുകൾ അവർ ഉല്ലാസയാത്രക്ക് പോകും, ടൂറ് പോകുമ്പോൾ വാഹനത്തിൽ വെള്ളമുണ്ടാകും, അതല്ലെങ്കിൽ അവർക്ക് കുറച്ച് ദൂരെ പോയാൽ വെള്ളം കിട്ടും. എന്നാലും ചില ആളുകളൊക്കെ എന്ത് ചെയ്യും? തയമ്മും ചെയ്യുന്നതായി കാണാം. അത് പണ്ഡിതന്മാർ വിലക്കുകയാണ്. കാരണം വെള്ളമുണ്ടായിരിക്കെ തയമ്മും ചെയ്യാൻ അനുവാദമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് എന്താണ്? ഫലം തജിദൂ മാഅൻ, നിങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫതയമ്മമൂ സഈദൻ ത്വയ്യിബ, ഭൂമിയുടെ ശുദ്ധിയുള്ള ആ ഭൂമിയുടെ മുഖം നിങ്ങൾ, അഥവാ പ്രതലം, ആ മണ്ണ് നിങ്ങൾ തേടിക്കൊള്ളുക, അതുകൊണ്ട് നിങ്ങൾ തയമ്മും ചെയ്തു കൊള്ളുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുകയാണ്, ലാ യജൂസു തയമ്മുമു മഅ വുജൂദിൽ മാ, വെള്ളമുണ്ടായിരിക്കെ തയമ്മും ചെയ്യൽ അനുവദനീയമല്ല. കാരണം വെള്ളത്തിന് പകരമാണ് തയമ്മും എന്ന് പറയുന്നത്. അതുകൊണ്ട് വെള്ളമുണ്ടായിരിക്കെ അതിന്റെ പകരത്തെ നാം അന്വേഷിച്ചു പോകേണ്ടതില്ല എന്ന് അവിടുന്ന് പറഞ്ഞതായി കാണാം. ഇനി തയമ്മുമിന്റെ ആ മസ്അലയുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നു, തർക്കു സ്വലാത്തി ലിഫാഖിദിൽ മാ, ഒരാൾ വെള്ളമില്ല എന്ന് വിചാരിച്ച് നമസ്കാരം ഒഴിവാക്കുന്ന ആളുകളുണ്ട്. വെള്ളമില്ലെങ്കിൽ നിസ്കരിക്കൂല. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിന് പകരമായി അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരാൾക്ക് നമസ്കാരത്തിന്റെ സമയമായി, അവൻ വെള്ളം അന്വേഷിച്ചു, അവന് വെള്ളം കിട്ടിയില്ല, അതല്ലെങ്കിൽ അവന് വെള്ളം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? തയമ്മും ചെയ്ത് നമസ്കരിക്കേണ്ടതുണ്ട്. ചില ആളുകൾ ആ തയമ്മും ചെയ്യാതെ വെള്ളം കിട്ടുന്നത് വരെ കാത്തിരിക്കും. അതിന്റെ ആവശ്യമില്ല. മറ്റൊരു കാര്യമാണ് തർക്കു സ്വലാത്തി ലിഫാഖിദി ത്വഹൂറൈൻ അൽ മാ വത്തുറാബ്. ഇനി ഒരാൾക്ക് വെള്ളവും അതുപോലെ മണ്ണും ഇത് രണ്ടും കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. മറിച്ച് എങ്ങനെയാണോ ഉള്ളത് ആ അവസ്ഥയിൽ അവൻ നമസ്കരിക്കേണ്ടതുണ്ട്. ഇതിന് തെളിവായിക്കൊണ്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ്, അവരുടെ മാല നഷ്ടപ്പെട്ട സംഭവം വിവരിക്കുന്ന ഹദീസുണ്ട്. അന്ന് തയമ്മുമിന്റെ ആയത്ത് അവതരിച്ചിട്ടില്ല. അങ്ങനെ അവർക്ക് വെള്ളം കിട്ടാതായി. അങ്ങനെ അവർ എന്ത് ചെയ്തു? വുദൂ ചെയ്യാതെ അവർ നമസ്കരിച്ചു. അതുകൊണ്ട് ഒരാൾക്ക് വെള്ളം കിട്ടിയില്ല, തയമ്മും ചെയ്യാനുള്ള മണ്ണ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും അവൻ നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ട് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇനി തയമ്മും ചെയ്യുമ്പോൾ അത്തയമ്മുമു ദർബതാൻ, തയമ്മുമിന് 2 അടി അടിക്കുന്നതായി കാണാം. ഒന്നാമത്തെ അടി അടിക്കുക, അത് കൈപ്പത്തി തടവുവാൻ, രണ്ടാമത്തേത് മുഖം തടവുവാൻ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്ന് സ്വഹീഹായ നിലക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തയമ്മുമിന് 2 അടിയുണ്ട്, ഭൂമിയിൽ 2 അടിയുണ്ട്. ദർബത്തുൻ ലിൽ വജ്ഹി വദർബത്തുൻ ലിൽ യദൈനി ഇലൽ മിർഫഖൈൻ എന്ന് പറയുന്ന ഹദീസുകളെല്ലാം ദുർബലമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാം മണ്ണിലടിക്കുമ്പോൾ ആ മണ്ണിങ്ങനെ ഉരക്കേണ്ട ആവശ്യമില്ല, മറിച്ച് മണ്ണിലടിക്കുക, അടിച്ചാൽ മതി. അതുപോലെ തയമ്മുമിന്റെ രൂപം എങ്ങനെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അവിടുന്ന് ഒരു സഹാബി, അദ്ദേഹം ഒരിക്കൽ ജനാബത്തായി, അങ്ങനെ വെള്ളം കിട്ടാതെ, വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. അദ്ദേഹം തയമ്മും ചെയ്തത് എങ്ങനെയാണ്? മണ്ണിൽ കിടന്ന് ഉരുളുകയാണ് ചെയ്തത്. മണ്ണിൽ കിടന്ന് ഉരുണ്ടു. ഈ സമയത്ത് അദ്ദേഹത്തോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഇന്നമാ കാന യക്ഫീക അൻ തദ്രിബ ബിയദൈക അൽഅർദ്, നീ എന്ത് ചെയ്താൽ മതിയായിരുന്നു? നിന്റെ 2 കൈകളെടുത്ത് നീ ഭൂമിയിൽ അടിക്കുക, മണ്ണിലടിക്കുക. സുമ്മ തൻഫുഖ, എന്നിട്ട് നീ ആ കൈയിലേക്ക് ഊതുക. മറ്റ് ചില റിവായത്തുകളിൽ കാണാം കൈ കൊടയുക. എന്നിട്ടോ സുമ്മ തംസഹ ബിഹിമാ, എന്നിട്ട് നീ നിന്റെ കൈകൾ അവ രണ്ടും ഉപയോഗിച്ച് നീ തടവുക, നിന്റെ മുഖം തടവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നമാ കാന യക്ഫീക അൻ തസ്നഅ ഹകദ ഫദറബ ബികഫിഹി ദർബതൻ അലൽ അർദ് സുമ്മ നഫളഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈപ്പത്തി ഭൂമിയിൽ അടിച്ചു, എന്നിട്ട് അത് കുടഞ്ഞു. എന്നിട്ട് സുമ്മ മസഹ ബിഹിമാ ظاهر كفه بشماله, ആദ്യം വലത് കൈ അതിന്റെ കൈപ്പത്തിയാണ് കഴുകേണ്ടത്, കൈപ്പത്തിയാണ് തടവേണ്ടത്. അപ്പൊ തയമ്മും ചെയ്യുമ്പോൾ കൈ മുട്ടുൾപ്പെടെ എന്താക്കണതില്ല, തടവേണ്ടതില്ല. ആദ്യം വലത് കൈ എടുക്കുക, എന്നിട്ട് അതിന്റെ പുറംഭാഗം, ലാഹിർ എന്ന് പറഞ്ഞാൽ പുറംഭാഗമാണ്, ഇടത്തെ കൈന്റെ
കൈപ്പറ്റി ഉൾക്കൈ കൊണ്ട് വലത് കൈയുടെ പുറം ഭാഗം കൈപ്പറ്റി തടവുക. എന്നിട്ട് വലത് കൈയുടെ ഉൾഭാഗം കൊണ്ട് ഇടത് കൈയുടെ മുകൾ ഭാഗം കൈപ്പറ്റി തടവുക. എന്നിട്ട് മുഖം തടവുക. ഇതാണ് തയമ്മും എന്ന് പറയുന്നത്. ഇവിടെ നാം പറഞ്ഞതുപോലെ 2 പ്രാവശ്യം മണ്ണിലടിക്കേണ്ടതില്ല. അതുപോലെ കൈ മുട്ട് ഉൾപ്പെടെ തടവേണ്ടതില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള രൂപം. ഇതാണ് തയമ്മുമുമായി ബന്ധപ്പെട്ട കാര്യം. അങ്ങനെ വുദൂഉ ചെയ്തു അല്ലെങ്കിൽ തയമ്മുമ് ചെയ്തു. ഇനി നാം പള്ളിയിലേക്ക് വരികയാണ്. പള്ളിയിലേക്ക് വരുന്നതുമായി ആ പള്ളിയുമായി ബന്ധപ്പെട്ട് നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി പണ്ഡിതന്മാർ പറയുകയാണ്, അൽ ഇസ്റാഉ ഫിൽ മശി ഇലൽ മസ്ജിദ്. പള്ളിയിലേക്ക് ധൃതി പിടിച്ച് നടന്നു വരിക. അപ്പോൾ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ധൃതി പിടിച്ച് നടന്നു വരിക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിരോധിച്ച കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാഹ്, നമസ്കാരത്തിനുള്ള ഇഖാമത്ത് കൊടുത്തു, ഫലാ തഅതൂഹാ വഅൻതും തസ്ഊൻ, അപ്പോൾ നിങ്ങൾ അതിലേക്ക് ധൃതി പിടിച്ച് ഓടിച്ചെല്ലരുത്. വഅൻതും തംശൂൻ, നിങ്ങൾ എന്താണ് നടന്നുകൊണ്ടാണ് ചെല്ലേണ്ടത്. വഅലൈകുമുസ് സകീന, നിങ്ങൾക്ക് എന്ത് വേണം? ഒരു അടക്കവും ശാന്തതയും നിങ്ങൾക്ക് വേണം. ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമ്മു, നിങ്ങൾക്ക് ഇമാമിന്റെ കൂടെ നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങൾ നമസ്കരിക്കുകയും ഇനി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനുശേഷം പൂർത്തീകരിക്കുകയും ചെയ്യുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, വാഹനത്തിൽ വരുന്ന ആളുകളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ധൃതി പിടിക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ സാധാരണയായി എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രൂപത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. മറ്റൊരു ഹദീസിൽ അലൈക്കും ബിസ്സകീനതി വൽ വഖാർ, നിങ്ങൾക്ക് സകീനത്തും വഖാറും ഉണ്ടായിരിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. പണ്ഡിതന്മാർ പറയുകയാണ്, സകീനത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മുടെ ചലനങ്ങളിൽ അതിലുള്ള അടക്കം, അതാണ് സകീനത്ത് എന്ന് പറഞ്ഞാൽ. വഖാർ എന്ന് പറഞ്ഞാലോ, നമ്മൾ കണ്ണുകൾ താഴ്ത്തിക്കൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കാതെ ഒച്ചത്തിൽ സംസാരിക്കാതെ അങ്ങനെയൊക്കെ നടന്നു പോവുക. ഇതാണ് അലൈക്കും ബിസ്സകീനതി വൽ വഖാർ. അഥവാ നമ്മുടെ ശരീരവും നമ്മുടെ ചലനങ്ങളും ദൃഷ്ടിയുമെല്ലാം അത് അടക്കത്തോടുകൂടി ശാന്തതയോടുകൂടിയായിരിക്കണം പള്ളിയിലേക്ക് പോകേണ്ടത്. കാരണം പള്ളിയിലേക്ക് നടന്നു പോകുന്നവൻ അവൻ നമസ്കാരത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. ഇനി പള്ളിയിലേക്ക് എത്തിയാൽ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് അൽ ജുലൂസു ഖബ്ല അദാഇ റക്അതൈ ദുഖൂലിൽ മസ്ജിദ്. പള്ളിയിലേക്ക് പ്രവേശിച്ചാലുള്ള 2 റക്അത്ത് നമസ്കാരം അത് നമസ്കരിക്കാതെ പള്ളിയിൽ ഇരിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ് ഫലിയർകഅ റക്അതൈനി ഖബ്ല അൻ യജ്ലിസ്. നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അവൻ ഇരിക്കുന്നതിന് മുൻപ് 2 റക്അത്ത് നമസ്കരിച്ചു കൊള്ളട്ടെ. ചില പണ്ഡിതന്മാർ ഇത് നിർബന്ധമാണ് എന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഗൗരവമാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ. ആ പള്ളിയോടുള്ള മര്യാദ എന്ന നിലക്ക്, അദബ് എന്ന നിലക്ക് നമ്മൾ 2 റക്അത്ത് നമസ്കരിച്ചേ മതിയാകൂ. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബ നിർവഹിക്കുമ്പോൾ അവിടേക്ക് കയറി വന്ന വ്യക്തിയോട് 2 റക്അത്ത് നമസ്കരിക്കാൻ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ആ ഒരു കാര്യം നാം ശ്രദ്ധിക്കുക. ഇനി പള്ളിയിലേക്ക് കടന്നു വരുന്നവർ അവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഹുദൂറുർ റജുലി ഇലൽ മസ്ജിദി വഖദ് അകല സൗമൻ ഔ ബസല. പള്ളിയിലേക്ക് വരുമ്പോൾ വെളുത്തുള്ളിയോ അതല്ലെങ്കിൽ ഉള്ളിയോ കഴിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരിക. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യമാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീ ഗസ്വതി ഖൈബർ. ഖൈബർ യുദ്ധത്തിന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ അകല മിൻ ഹാദിഹി ഷജറ, ഈ ചെടിയിൽ നിന്ന്, അതായത് യഅനി അസ്സൗം വെളുത്തുള്ളി, അതിൽ നിന്ന് ആരെങ്കിലും ഭക്ഷിച്ചാൽ ഫലാ യഖറബന്ന മസ്ജിദന, അവൻ നമ്മുടെ പള്ളിയുടെ മുസല്ലയിലേക്ക്, നമ്മുടെ പള്ളിയിലേക്ക് അവൻ വരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ അകല സൗമൻ ഔ ബസല, ആരെങ്കിലും വെളുത്തുള്ളിയോ അതല്ലെങ്കിൽ ഉള്ളിയോ അത് ഭക്ഷിച്ചാൽ ഫലിയഅ്തസിൽന, അവൻ നമ്മിൽ നിന്ന് മാറി നിന്നുകൊള്ളട്ടെ, അല്ലെങ്കിൽ ഫലിയഅ്തസിൽ മസ്ജിദന, അവൻ നമ്മുടെ പള്ളിയിൽ നിന്ന് മാറി നിന്നുകൊള്ളട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞതായി കാണാം. മറ്റൊരു റിവായത്തിൽ കാണാം, മൻ അകല മിൻ ഹാദിഹി ഷജറത്തിൽ മുൻതിന, ഈ ദുർഗന്ധമുള്ള ഈ ചെടിയിൽ നിന്ന് ആരെങ്കിലും ഭക്ഷിച്ചാൽ ഫലാ യഖറബന്ന മസ്ജിദന, അവൻ നമ്മുടെ പള്ളിയിലേക്ക് വരരുത്. എന്നിട്ട് പറയുകയാണ് അതിന്റെ കാരണം എന്താണ്? ഫഇന്നൽ മലായികത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹുൽ ഇൻസ്,
മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കുന്നതാണ്. പള്ളികളിൽ മലക്കുകൾ സന്നിഹിതരാകുന്നുണ്ട്, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് അവർ സന്നിഹിതരാകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുർഗന്ധങ്ങൾ, അത് അത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുന്നതെങ്കിൽ അത് മലക്കുകൾക്കും മനുഷ്യർക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പണ്ഡിതന്മാർ ഇവിടെ സൂചിപ്പിച്ചതായി കാണാം. ഈ ഹദീസിൽ നിന്നൊന്നും നമ്മൾ എന്ത് മനസ്സിലാക്കരുത്? വെളുത്തുള്ളി അല്ലെങ്കിൽ ഉള്ളി അത് ഹറാമാണ് എന്ന് മനസ്സിലാക്കരുത്. മറിച്ച് അതിന്റെ ദുർഗന്ധം, അതിന്റെ ആ മണം, അതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കത് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഉള്ളി അത് വേവിച്ച് കഴിക്കുക. ഉള്ളി വേവിച്ച് കഴിച്ചാൽ അതിന്റെ മണം ഇല്ലാതാവും, അതിന്റെ ഗന്ധം ഇല്ലാതാവും. എന്നാൽ അത് വേവിക്കാതെ അതേ രൂപത്തിൽ കഴിക്കുമ്പോൾ അതിന്റെ ഗന്ധം മറ്റുള്ളവർക്ക് അത് പ്രയാസമാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫൽയുമിത്ഹാ തബ്ഖ, അവരത് വേവിച്ചുകൊണ്ട്, അത് പാചകം ചെയ്തുകൊണ്ട് അതിന്റെ ഗന്ധം ഇല്ലാതെയാക്കിയതിനു ശേഷം അത് കഴിച്ചുകൊള്ളട്ടെ. ഇതിന്റെ കൂടെ പണ്ഡിതന്മാർ ചേർത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഉള്ളിയേക്കാൾ, വെളുത്തുള്ളിയേക്കാൾ ദുർഗന്ധമുണ്ടാക്കുന്ന രൂപത്തിൽ പള്ളിയിലേക്ക് വരുന്നവരുണ്ട്. അത്തരക്കാരാണ്? പുകവലിക്കുന്ന ആളുകൾ, അത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ. അവരുടെ അടുക്കൽ നമസ്കരിക്കാൻ പോലും പ്രയാസമാണ്. അവർ സുജൂദ് ചെയ്ത സ്ഥലങ്ങളിൽ നമുക്ക് സുജൂദ് ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് പുകവലിക്കാർ അവർ ചെയ്തു കൂട്ടുന്ന തിന്മകൾ എത്രയാണ്? അവർ അവരുടെ സമ്പത്ത് അത് ഹറാമിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയാണ്, നശിപ്പിക്കുകയാണ്. അവർ അവരുടെ ആരോഗ്യത്തെ കൊല്ലുകയാണ്. അതുപോലെ മറ്റുള്ള ആളുകളെ, നമസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഈ ഉള്ളിയേക്കാൾ കടുത്തതാണ് ഇത്തരത്തിലുള്ള പുകവലിയും അതുപോലെയുള്ള വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പണ്ഡിതന്മാർ ഇതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ അത് ശ്രദ്ധിക്കുകയും അത്തരത്തിലുള്ള മോശമായ കാര്യങ്ങൾ അത് ഉപേക്ഷിക്കുകയും ചെയ്യുക. അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ്, ഒരു വ്യക്തി അവൻ പള്ളിയിലേക്ക് വരുന്ന സമയത്തിന് മുൻപ് തന്നെ ആദ്യമേ ഒരു സ്ഥലം ബുക്ക് ചെയ്ത് വെക്കുക. അവിടെ അവന്റെ ടവലോ അതല്ലെങ്കിൽ മറ്റു വല്ല വിരിപ്പുകളോ ഒക്കെ വെച്ച് സ്ഥലം ബുക്ക് ചെയ്തു പോവുക എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറയുകയാണ്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറയാണ്, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ചില ആളുകൾ അങ്ങനെ ചെയ്യും. അവർ പള്ളിയിലേക്ക് നേരത്തെ വരുന്ന ആളുകളല്ല, മറിച്ച് അവർ സ്ഥലം ബുക്ക് ചെയ്തു പോകുന്നത് കാണാം. അവരുടെ വല്ല വസ്തുക്കളും ഒക്കെ വെച്ചിട്ട് പോകും. അതെന്തല്ല, അത് പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. അദ്ദേഹം പറയുകയാണ്, ഫഹാദാ മൻഹിയുൻ അൻഹു ബിത്തിഫാഖിൽ മുസ്ലിമീൻ ബൽ മുഹറമുൻ. അതെന്താണ്? ഹറാമാണ്, അത് വിലക്കപ്പെട്ട കാര്യമാണ് അദ്ദേഹം പറയുകയാണ്. എന്താണ് കാരണം? ലിഅന്നഹു ഗസ്ബു ബുഖഅത്തിൻ ഫിൽ മസ്ജിദി. കാരണം അദ്ദേഹം അങ്ങനെ ഒരു സ്ഥലം ബുക്ക് ചെയ്തു വെക്കുക എന്നുള്ളത് അത് പള്ളിയിലുള്ള ഒരു ഇരിപ്പിടം അദ്ദേഹം കയ്യേറുന്നത് പോലെയാണ്. കാരണം നേരത്തെ വരുന്ന ആളുകൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുകയില്ല. കാരണം ആദ്യം വരുന്ന ആളുകൾ അവർ മുന്നിലുള്ള സഫിലേക്ക് ഇരിക്കണം എന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. പക്ഷെ ഒരു വ്യക്തി ഇങ്ങനെ വെച്ചു പോകുമ്പോൾ അദ്ദേഹം പള്ളിയിലുള്ള ആ സ്ഥലം അത് കയ്യേറിയതുപോലെയാണ്. അതുപോലെ അവിടെ നമസ്കരിക്കാൻ വരുന്ന ആളുകളെ ആ നമസ്കാരത്തിൽ നിന്ന് തടഞ്ഞു വെച്ചവരെ പോലെയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവണതകൾ നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അടുത്തതാണ് അൽ ബൈഉ വശിറാഉ ഫിൽ മസ്ജിദ്. കച്ചവടം, വാങ്ങുക, വിൽക്കുക, ഇത് രണ്ടും പള്ളിയുടെ ഉള്ളിൽ നിന്ന് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദാ റഅയ്തും മൻ യബീഉ ഔ യബ്തഉ ഫിൽ മസ്ജിദ്. ആരെങ്കിലും പള്ളിയിൽ വെച്ച് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ എന്ത് പറയണം? ഫഖൂലു ലാ അർബഹ അല്ലാഹു തിജാറതക്. അല്ലാഹു നിന്റെ കച്ചവടത്തിൽ ലാഭം നൽകാതിരിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇത് പറയുന്നു. അതേപോലെ തന്നെ വഇദാ റഅയ്തും മൻ യൻശുദു ഫീഹി ളാല്ലതൻ ഫഖൂലു ലാ റദ്ദല്ലാഹു അലൈക്. അതുപോലെ ആരെങ്കിലും തന്റെ കളഞ്ഞുപോയ വസ്തു അത് അന്വേഷിച്ചുകൊണ്ട് പള്ളിയിൽ വരികയാണ്. എന്നിട്ട് അവൻ ഉറക്കെ ഒച്ചത്തിൽ ചോദിക്കുകയാണ്. അവന്റെ കളഞ്ഞുപോയ വസ്തു ഒച്ചത്തിൽ അവൻ ചോദിക്കുകയാണ്, അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്നതായി കണ്ടാൽ നിങ്ങൾ എന്ത് പറയണം? ലാ റദ്ദല്ലാഹു അലൈക്, അള്ളാഹു നിനക്കത് തിരികെ നൽകാതിരിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വലതും പള്ളിയിൽ മറന്നു വെച്ചു. ആ വ്യക്തി ഒച്ചത്തിലൊന്നും വിളിച്ചു പറയുന്നില്ല, മറിച്ച് ആ പള്ളിയുടെ ജോലിക്കാരുണ്ടാവും, അവിടെ ഇമാം ഉണ്ടാകും, അവരോട് പോയിട്ട് ചോദിക്കുന്നത് എന്തല്ല, വിലക്കപ്പെട്ട കാര്യമല്ല. എന്നാൽ പള്ളിയിൽ വന്നിട്ട് അവൻ അന്വേഷിക്കുകയാണ്, എന്റെ മൃഗം നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്റെ ഇന്ന സാധനം നഷ്ടപ്പെട്ടിരിക്കുന്നു, അങ്ങനെയൊക്കെ ചോദിച്ചാൽ അതെന്തല്ല, ചോദിക്കാൻ പാടില്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
വിലക്കിയ കാര്യമാണ് എന്ന് നാം ശ്രദ്ധിക്കുക. അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ്, അൽ ഇജ്തിമാഉ ഫിൽ മസ്ജിദി ലിഅദ്കാരിൽ മസാഇ അബി സ്വബാഹ് ബിസൗത്തിൻ ജമാഇയ്യിൻ. പള്ളിയിൽ ആളുകൾ ഒരുമിച്ച് കൂടുക. എന്തിനു വേണ്ടി? രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾ ചൊല്ലുന്നതിനു വേണ്ടി. എങ്ങനെയാണ് ചൊല്ലുന്നത്? ബിസൗത്തിൻ ജമാഇയ്യിൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ചൊല്ലിക്കൊടുക്കുക, മറ്റുള്ളവരെല്ലാവരും ഒരുമിച്ച് ചെല്ലുക. ഇങ്ങനെ ഒരു സംഘടിതമായുള്ള ദിക്ർ മജ്ലിസുകൾ, രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്ർ മജ്ലിസുകൾ ഒരാൾ ചൊല്ലുക, മറ്റുള്ളവർ ഏറ്റു ചൊല്ലുക, ഇങ്ങനെ പള്ളികളിൽ സംഘടിപ്പിക്കുക എന്നുള്ള കാര്യം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ അഇമ്മത്തുകളോ ആരും തന്നെ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല. മറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യേണ്ടത് അതിന്റെ അടിസ്ഥാനം എന്താണ്? പതുക്കെ ചൊല്ലുക എന്നുള്ളതാണ്. അതെല്ലാവരും ഒച്ചത്തിൽ ഒരാൾ ചൊല്ലുക, എല്ലാവരും ഒച്ചത്തിൽ ഉറക്കെ ഒരേ ശബ്ദത്തിൽ പറയുക എന്നുള്ളതല്ല. അത് ചില പഠിപ്പിക്കപ്പെട്ട അത്തരത്തിലുള്ള ദിക്റുകൾ മാത്രമാണ് അത്തരത്തിൽ ഒച്ചത്തിൽ നിർവഹിക്കേണ്ടത്. അതല്ലാത്തതെല്ലാം പതുക്കെയാണ് നാം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത്തരത്തിൽ പള്ളികളിൽ രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകൾക്ക് ഒരുമിച്ച് കൂടുകയും അതൊരു സംഘടിതമായി നിർവഹിക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ബിദ്അത്താണ്, അത് ദീനിൽ പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് അൽ ഇംസാകു അനിൽ കലാമി ഫിൽ മസ്ജിദ്. പള്ളിയിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ അത് തെറ്റാണ് എന്ന് വിലക്കുന്ന ആളുകളുണ്ട്. ഈ ധാരണ തെറ്റാണ്. ചില ആളുകൾ പറഞ്ഞതായി കാണാം, അൽ കലാമു ഫിൽ മസ്ജിദി യഅകുലുൽ ഹസനാത്ത് കമാ തഅകുലുൻ നാറുൽ ഹതബ്. ഒരു തീ വിറകിനെ എപ്രകാരം അത് കാർന്നു തിന്നുന്നുവോ അതുപോലെ പള്ളിയിൽ നിന്ന് സംസാരിച്ചാൽ അത് നമ്മുടെ നന്മകളെ അത് കാർന്നു തിന്നുന്നതാണ്, നന്മകളെ ഇല്ലാതാക്കുന്നതാണ് എന്നൊക്കെ ചില ആളുകൾ പറയുന്നതായി കാണാം. അത്തരത്തിലുള്ള ഹദീസുകളൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. എന്നാൽ ഒരു വ്യക്തിക്ക് പള്ളിയിൽ വെച്ച് സംസാരിക്കൽ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. അതിന് ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പള്ളിയിൽ വെച്ച് ഒച്ചത്തിൽ സംസാരിക്കുക, അട്ടഹസിക്കുക, അതേപോലെ ഒച്ചയിട്ട് ചിരിക്കുക, ഇതൊന്നും പഠിപ്പിക്കപ്പെട്ട കാര്യമല്ല. മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഇഅ്തകഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മസ്ജിദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുകയാണ്. ഫസമിഅഹും യജ്ഹറൂന ബിൽ ഖിറാഅ. ആ സമയത്ത് ചില ആളുകൾ അവർ ഒച്ചത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് റസൂലുള്ള കേൾക്കുകയാണ്. അവർ സംസാരിക്കുകയല്ല, അവർ ഖുർആനാണ് ഓതുന്നത്, ഒച്ചത്തിലാണ് ഓതുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മറ നീക്കി, അദ്ദേഹം ഇഅ്തികാഫിലാണ്, ആ മറ നീക്കിക്കൊണ്ട് റസൂലുള്ള അവരോട് പറയുന്നു, അലാ ഇന്ന കുല്ലകും മുനാജിൻ റബ്ബഹു. നിങ്ങളിൽ ഓരോ ആളുകളും തന്റെ റബ്ബിനോടുള്ള മുനാജാത്തിലാണ്, റബ്ബിനോടുള്ള രഹസ്യ സംഭാഷണത്തിലാണ് ഓരോ ആളുകളും. അതുകൊണ്ട് തന്നെ ഫലാ യുഅ്ദിയന്ന ബഅദുകും ബഅദ. നിങ്ങൾ ചിലർ മറ്റൊരു ചിലരെ എന്തുണ്ടാക്കരുത്, അവർക്ക് ഉപദ്രവം ഉണ്ടാക്കരുത്. ഇവിടെ നോക്കൂ, ഖുർആൻ ഒച്ചത്തിൽ ഓതുന്നതിനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിലക്കിയിട്ടുള്ളത്. അത് ഔ ഖാല ഫിസ് സ്വലാ, ഇനി നിസ്കാരത്തിലാണ് ഒരാൾ ഒച്ചത്തിൽ ഓതുന്നുണ്ടെങ്കിലും അത് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുന്നത്. മഹാനായ അസ്സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കൽ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, മദീനത്തെ പള്ളിയിലാണ്. അങ്ങനെ എന്റെ പിറകിൽ നിന്നാരോ ഒരു ചെറിയ കല്ല് കൊണ്ട് എന്നെ എറിഞ്ഞു. ഞാൻ പിറകിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അങ്ങനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ ആ രണ്ടാളുകളെ വിളിച്ചു കൊണ്ടുവാ. ഏതാണ് രണ്ടാളുകൾ? ആ പള്ളിയിൽ നിന്ന് ഒച്ചയുണ്ടാക്കിയ ആളുകളാണ്, നബിയുടെ പള്ളിയിൽ നിന്ന് ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയ ആളുകളാണ്, അവരെ വിളിച്ചു കൊണ്ടുവാ. അങ്ങനെ ആ വ്യക്തി, ആ സഹാബി ആ രണ്ട് വ്യക്തികളെയും കൊണ്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ചോദിക്കുകയാണ്, മൻ അൻതുമ, നിങ്ങൾ രണ്ടുപേരും ആരാണ്? വമിൻ ഐന അൻതുമ, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? അവർ രണ്ടുപേരും പറഞ്ഞു, മിൻ അഹ്ലി ത്വായിഫ്, ഞങ്ങൾ ത്വായിഫിൽ നിന്നാണ്, അഥവാ മദീനയിൽ നിന്ന് 500 കിലോമീറ്ററുകൾ അപ്പുറമുള്ള ത്വായിഫിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കുൻതുമാ മിൻ അഹ്ലിൽ ബലദ്, നിങ്ങൾ എങ്ങാനും ഈ മദീനയിലുള്ള ആളുകളായിരുന്നുവെങ്കിൽ ലഔജഅതുകുമാ, ഞാൻ നിങ്ങളെ അടിക്കുമായിരുന്നു. എന്നിട്ട് പറയുകയാണ്, തർഫഅനി അസ്വാതകുമാ ഫീ മസ്ജിദി റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വെച്ച് നിങ്ങൾ ഉച്ചത്തിൽ സംസാരിക്കുകയോ ഒച്ചയുണ്ടാക്കുകയോ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആക്ഷേപിച്ചതായി കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണ്? പള്ളിയിൽ വെച്ച് സംസാരിക്കൽ അനുവദനീയമാണ്, പക്ഷേ എന്താക്കരുത്, ഒച്ചയിട്ട് സംസാരിക്കരുത്.
മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യുന്ന ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാകരുത്. ഈ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. പള്ളിയിൽ വരുന്ന ആളുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ്, ഖിബിലക്ക് അഭിമുഖമായി തുപ്പുകയോ അതല്ലെങ്കിൽ മൂക്ക് ചീറ്റുകയോ ചെയ്യുക. ഇത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും ഖിബിലക്ക് അഭിമുഖമായി തുപ്പിയാൽ ആ തുപ്പലം, അവൻ തുപ്പിയ ആ കാര്യം, അത് അവന്റെ ഇരു കണ്ണുകൾക്ക് ഇടയിലായിക്കൊണ്ട് ഖിയാമത്ത് നാളിൽ അവനെ കൊണ്ടുവരപ്പെടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. മറ്റൊരു ഹദീസിൽ കാണാം, യജീഉ സാഹിബുൻ നുഖാമതി ഫിൽ ഖിബ്ല, ഖിബിലക്ക് അഭിമുഖമായി മൂക്ക് ചീറ്റുന്ന ആളുകൾ, അവൻ ഖിയാമത്ത് നാളിൽ കൊണ്ടുവരപ്പെടും. വഹിയ ഫീ വജ്ഹിഹി, അവന്റെ മുഖത്ത് എന്തുണ്ടാകും? അവൻ ആ ചീറ്റിക്കളഞ്ഞ ആ കാര്യം, ആ വസ്തു അത് അവന്റെ മുഖത്തുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ ഇമാം അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, വഫിൽ ഹദീസി, ഈ ഹദീസിൽ ജലാലത്തുൻ അലാ തഹ്രീമിൽ ബുസാഖി ഇലൽ ഖിബ്ലതി മുത്ലഖാ, ഖിബിലയിലേക്ക്, ഖിബിലക്ക് അഭിമുഖമായി തുപ്പുക എന്നുള്ളത് അത് നിരുപാധികമായി ഹറാമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് തെളിവുണ്ട്. സവാഉൻ ദാലിക ഫിൽ മസ്ജിദി ഔ ഫീ ഗൈരിഹി, അത് പള്ളിയിലാകട്ടെ അതല്ലാത്ത സ്ഥലത്താകട്ടെ. അതേപോലെ വഅലൽ മുസല്ലി വഗൈരിഹി, നമസ്കരിക്കുന്നവനാകട്ടെ അതല്ലാത്തവനാകട്ടെ. നമസ്കരിക്കുന്ന ഒരാൾ, അയാൾ മുൻപിലേക്ക് തുപ്പാൻ പാടില്ല, മറിച്ച് അവൻ കാലിന്റെ അടിയിലേക്കാണ് തുപ്പേണ്ടത് എന്ന് പഠിപ്പിച്ചതായി കാണാം. ഇമാം നബവി റഹിമഹുള്ളയും അദ്ദേഹവും ഇതേ കാര്യം അവിടുന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് പള്ളിയിൽ വരുന്ന ആളുകൾ അവർ വല്ല തുപ്പാനുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? ഖിബിലയുടെ അഭിമുഖമായി തുപ്പാൻ പാടില്ല, മറിച്ച് മറ്റ് ഭാഗങ്ങളിലേക്കായിക്കൊണ്ടാണ് അവർ തുപ്പേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ശൈഖ് ഇമാം അൽബാനി റഹിമഹുള്ള അദ്ദേഹം പറയുകയാണ്, ഈ കാര്യം അദ്ദേഹം ധാരാളമായി പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, പള്ളികളുടെ ഖിബിലക്ക് അഭിമുഖമായി തുപ്പുന്ന എത്രയോ ഇമാമുമാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാം. സാധാരണക്കാരല്ല, ഇമാമുമാർ. അറിയാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് നാം ശ്രദ്ധിക്കുക, ഖിബിലക്ക് അഭിമുഖമായി തുപ്പുക എന്നുള്ളത് അത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഖിബില അതിനെ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ആദരവ് നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അടുത്തതായി പണ്ഡിതന്മാർ പറയുന്നു, അസ്സലാത്തു ഫിൽ മസ്ജിദിൽ ലദീ ഫീഹിൽ ഖബർ, ഖബറുള്ള പള്ളികളിൽ വെച്ച് നമസ്കരിക്കുക അത് വിലക്കപ്പെട്ട കാര്യമാണ്, അത് പാടില്ലാത്ത കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നതിന്റെ 5 ദിവസം മുൻപ് അവിടുന്ന് പറഞ്ഞതായി കാണാം. എന്താണ് പറയുന്നത്? അലാ വ ഇന്ന മൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻപുണ്ടായിരുന്ന സമൂഹം, കാനൂ യത്തഖിദൂന ഖുബൂറ അംബിയാഇഹിം വസാലിഹീഹിം മസാജിദ, അവർ അവരുടെ അംബിയാക്കന്മാരുടെ സാലിഹീങ്ങളുടെ ഖബറുകളെ അവർ പള്ളികളാക്കിയിരിക്കുന്നു. അലാ, അതുകൊണ്ട് ഫലാ തത്തഖിദുൽ ഖുബൂറ മസാജിദ, നിങ്ങൾ എന്താക്കരുത്? ഖബറുകളെ പള്ളികളാക്കരുത്. ഇന്നി അൻഹാകും അൻ ദാലിക്, ഞാൻ നിങ്ങളെ അതിനെ തൊട്ട് വിലക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് നമ്മൾ യാത്ര പോകുമ്പോൾ നമ്മൾ വഴികളിൽ നമസ്കരിക്കാൻ നിർത്തും. ആ സമയത്ത് നാം പരിശോധിക്കണം, ആ പള്ളിയുടെ ഉള്ളിൽ ഖബർ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ നിസ്കാരത്തെ ബാധിക്കുന്ന കാര്യമാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ നമസ്കരിക്കുകയുണ്ടായി. അദ്ദേഹം ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. ഈ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കാണുകയാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഖബർ അൽ ഖബർ, നിങ്ങളുടെ മുൻപിൽ എന്തുണ്ട്? ഖബറുണ്ട്. ഈ സമയത്ത് അദ്ദേഹം നിസ്കാരത്തിലാണ്, അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി, അദ്ദേഹം ഖമർ ഖമർ എന്നാണ് കേൾക്കുന്നത്, ഖമർ. അപ്പം എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അൽ ഖബറു അമാമക, താങ്കളുടെ മുൻപിൽ എന്തുണ്ട്? ഖബറുണ്ട് എന്ന് പറയുകയാണ്. ആ സമയത്ത് അദ്ദേഹം അതിൽ നിന്ന് മാറി നമസ്കരിച്ചു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അൽ അർദു കുല്ലുഹാ മസ്ജിദ്, ഭൂമിയിലെ എല്ലാ സ്ഥലത്തും നമുക്ക് നമസ്കരിക്കാം, ഇല്ലൽ മഖ്ബറത വൽ ഹമ്മാം, മഖ്ബറയും അതുപോലെ നമ്മുടെ ശൗചാലയം, അവിടെ രണ്ടും എന്ത് പാടില്ല? നമസ്കാരം പാടില്ല. അതുപോലെ നമസ്കാരം വിലക്കപ്പെട്ട മറ്റ് സ്ഥലങ്ങളുമുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മഖ്ബറകളാണ്, അവിടെ എന്ത് പാടില്ല? നിസ്കാരം പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം അവിടുന്ന് വിലക്കുകയാണ്. അതുകൊണ്ട് ഖബറുള്ള പള്ളികൾ അവിടെ നമസ്കരിക്കാൻ പാടില്ല. ആ ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ട് നാം നമസ്കരിക്കരുത്. അത് നമസ്കരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അടുത്തതായി, പള്ളിയിൽ ഫർള് നമസ്കരിക്കുന്നതിന് വേണ്ടി എപ്പോഴും ഒരു സ്ഥലം പിടിച്ചു വെക്കുക.
ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുക എന്ത്, വഅൻ യുവത്തിന റജുലു അൽ മകാന ഫിൽ മസ്ജിദ്, ഒരു വ്യക്തി പള്ളിയിൽ ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുക്കുക. ഏതുപോലെ, കമാ യുവത്തിനുൽ ബഈർ, ഒരു ഒട്ടകത്തെ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി തങ്ങുന്നത് പോലെ പള്ളിയിൽ എപ്പോഴും അദ്ദേഹം ആ സ്ഥലത്തെ നിസ്കരിക്കുള്ളൂ, ഫർദ് നിസ്കാരം. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ കാണാം ചില ആളുകൾ, അവർ സ്ഥിരം പള്ളിയിൽ ഒരു കസാര ഉണ്ടാകും ഒരു ഭാഗത്ത്. അതാരുടേതാണ്? ഇന്ന വ്യക്തികളുടേതായിരിക്കും. അങ്ങനെ ഫർദ് നമസ്കാരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരു സ്ഥലം നിശ്ചയിക്കുക, അത് മാത്രം തിരഞ്ഞെടുക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയ കാര്യമാണ്. കാരണം ഒരു സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിസ്കരിക്കുക എന്നുള്ളത് അത് നമുക്കൊരു ശീലമായി മാറും. അങ്ങനെ ശീലമായി മാറുമ്പോൾ പിന്നീട് അത് നമ്മുടെ ഇബാദത്തിന്റെ അതിന്റെ ആസ്വാദനം അതില്ലാതെയാക്കും. അതുകൊണ്ട് തന്നെ മാറി മാറി നിസ്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും യോജിച്ച കാര്യം. അതുപോലെ റിയാ, ലോകമാന്യം കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരേ സ്ഥലത്ത് നമസ്കരിച്ച ആളുകൾക്ക് അവർക്ക് മറ്റു സ്ഥലം കിട്ടുമ്പോൾ അവിടെ നിസ്കരിക്കാൻ എന്തോ ഒരു ഇഷ്ടമില്ലാത്തത് പോലെയാണ്, താല്പര്യക്കുറവ് പോലെയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ പണ്ഡിതന്മാർ അതിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട് ഫർദ് നമസ്കാരത്തിന് വേണ്ടി എപ്പോഴും ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളത് അവിടുന്ന് വിലക്കിയ കാര്യമാണ്. അടുത്തതായി പണ്ഡിതന്മാർ പറയുകയാണ്, സ്വലാത്തുൻ നാഫിലതി ഇദാ ഉഖീമത്തിസ് സ്വലാഹ്, ഫർദ് നമസ്കാരങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ പിന്നീട് സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാത്തു ഫലാ സ്വലാത ഇല്ലൽ മക്തൂബ, ഫർദ് നമസ്കാരങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നീട് ഫർദ് നമസ്കാരമല്ലാത്ത മറ്റൊന്നില്ല. അതുകൊണ്ട് ഇഖാമത്ത് വിളിച്ചാൽ പിന്നീട് സുന്നത്ത് നമസ്കാരം ആരംഭിക്കുക എന്നുള്ളത് അത് വിലക്കപ്പെട്ട കാര്യമാണ്. പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതായി കാണാം, ഒരു വ്യക്തി സുന്നത്ത് നമസ്കാരം ആരംഭിച്ചു കഴിഞ്ഞു, അവരത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇഖാമത്ത് കൊടുക്കുകയാണ്, അവരെന്ത് ചെയ്യണം? നമസ്കാരത്തിൽ നിന്ന് കൈയഴിക്കണം. കാരണം സുന്നത്തും ഫർദും ഏറ്റുമുട്ടി വന്നാൽ നമ്മ ഏതിനെയാണ് മുന്തിക്കേണ്ടത്? ഫർദിനെയാണ്. ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടലാണ് ആ സുന്നത്ത് നമസ്കാരത്തിൽ തുടരുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വ്യക്തി നമസ്കാരം ആരംഭിച്ചതേ ഉള്ളൂ എങ്കിൽ അവൻ നമസ്കാരത്തിൽ എന്താക്കണം? കൈ കെട്ടഴിക്കണം. എന്നാൽ ഒരു വ്യക്തി നമസ്കാരം ആരംഭിച്ചു, അതിന്റെ പകുതിയും കഴിഞ്ഞു, ഇഖാമത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇഖാമത്ത് തുടങ്ങി സഫ് ശരിയാക്കുമ്പോഴേക്കും തക്ബീറത്തുൽ ഇഹ്റാം ആകുമ്പോഴേക്കും അവന്റെ നമസ്കാരം കഴിയുമെന്നുണ്ടെങ്കിൽ അവൻ എന്താക്കാം? ആ സുന്നത്ത് നമസ്കാരം പൂർത്തീകരിക്കാം. എന്നാൽ ഇഖാമത്ത് കൊടുത്തത് കേട്ടിട്ടും സുന്നത്ത് നമസ്കരിക്കുക എന്നുള്ളത് അത് പാടില്ല. ചില ആളുകളൊക്കെ സുബഹിന്റെ സുന്നത്ത് നമസ്കരിക്കും. അതുകൊണ്ട് ഈ ഒരു കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് നമ്മുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കണം. അത്തജമ്മുലു ഫി സിയാബ്, വസ്ത്രത്തിൽ ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക. അള്ളാഹു പറയുന്നു, യാ ബനി ആദം, ആദം സന്തതികളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ നമസ്കാര വേളകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വസ്ത്രങ്ങൾ, സീനത്ത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് അവിടുന്ന് പറയുകയാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുകയാണ്, ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയത്? കാന റിജാലുൻ യതൂഫൂന ബിൽ ബൈതി ഉറാസൻ, കഅബ വസ്ത്രം ധരിക്കാതെ കഅബ തവാഫ് ചെയ്തിരുന്നു ചില ആളുകൾ. അവരോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, ഫഅമറഹുമുല്ലാഹു ബിസ്സീന, നിങ്ങൾ സീനത്ത് സ്വീകരിക്കണം. എന്താണ് സീനത്ത് എന്ന് പറഞ്ഞാൽ? അസ്സീനത്തു അല്ലിബാസ്, വസ്ത്രം സ്വീകരിക്കണം. എന്നിട്ട് അദ്ദേഹം ഈ ആയത്തിന്റെ അവസാനത്തിൽ പറയുകയാണ്, അതിന്റെ വിശദീകരണത്തിൽ പറയുന്നു, വലിഹാദിഹിൽ ആയതി വമാ വറദ ഫീ മഅനാഹാ മിനസ് സുന്നഹ യുസ്തഹബ്ബു അത്തജമ്മുലു ഇൻദ അസ്സലാ വലാ സിയമാ യൗമൽ ജുമുഅതി വയൗമൽ ഈദ്. അദ്ദേഹം പറയുകയാണ്, ഈ ആയത്തും അതുപോലെ മറ്റ് ഹദീസുകളും അതിന്റെയൊക്കെ അർത്ഥം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം എന്താണ്? നമസ്കാരത്തിന് പോകുമ്പോൾ ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം. അതുപോലെ പ്രത്യേകിച്ച് ജുമുഅ ദിവസം, പെരുന്നാൾ ദിവസം, അതുപോലെ സുഗന്ധം പൂശണം, അതുപോലെ പല്ല് തേക്കണം, ദന്തശുദ്ധീകരണം വരുത്തണം. വസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാണ് എന്നൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയതായിരിക്കണം. ഈ ഒരു കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് സുബ്ഹ് നമസ്കാരത്തിന്. പല ആളുകളും വരുന്നത് രാത്രി ഉറങ്ങുമ്പോൾ ഇട്ട തുണിയുമായി അല്ലെങ്കിൽ ആ വസ്ത്രവുമായി പള്ളിയിലേക്ക് വരുന്നവരുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു,
ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ദുർഗന്ധങ്ങളുമായി പള്ളിയിലേക്ക് വരാൻ പാടില്ല. ആ വയർപ്പുള്ള വസ്ത്രത്തിൽ ആ തുണിയുമായി പള്ളിയിലേക്ക് വരുന്ന ആളുകളുണ്ട്. അതൊരിക്കലും പാടില്ല. റസൂലിന്റെ സുന്നത്തുകൾ, അധ്യാപനങ്ങൾ അതല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ, മറ്റുള്ള ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നല്ല വസ്ത്രം ധരിക്കും. പള്ളിയിലേക്ക് വരുമ്പോൾ ജേഴ്സി ധരിച്ചു വരുന്ന ആളുകൾ, കളിക്കാൻ പോകുമ്പോൾ ഇടുന്ന വസ്ത്രങ്ങൾ ധരിച്ചു വരുന്ന ആളുകളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പറയുന്നു അൽ ലിബാസു വയ്യിഖ്, ഇടുങ്ങിയ വസ്ത്രം ധരിക്കാൻ പാടില്ല. നമ്മൾ ഔറത്തിന്റെ അത് എടുത്തു കാണിക്കുന്ന രൂപത്തിലുള്ള വസ്ത്രം, അത് ആണായാലും പെണ്ണായാലും രണ്ടാൾ ആണെങ്കിലും അത് ധരിക്കാൻ പാടില്ല. അതുകൊണ്ട് പാന്റ് ധരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക. എന്താണ്, ഇറുങ്ങിയതാകരുത്, വിശാലമായി നമ്മുടെ ഔറത്തിന്റെ ഷേപ്പ് കാണാത്ത രൂപത്തിലുള്ള വസ്ത്രമായിരിക്കണം. അതുപോലെ നമ്മുടെ വസ്ത്രം, ഷർട്ടൊക്കെ ധരിക്കുമ്പോൾ നീളമുള്ള വസ്ത്രം ധരിക്കുവാൻ ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം അത് നീളം കൂടിയ വസ്ത്രമാണ് എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അല്ലാ യകൂന ശഫാഫൻ, വസ്ത്രം എന്താകരുത്, പുറത്തു നിന്ന് നോക്കിയാൽ ഉള്ളു കാണുന്ന രൂപത്തിലാകരുത്. ഉള്ളു കാണുന്ന രൂപത്തിലാകരുത്. ഉള്ളിലെ വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങൾ നേലടിക്കുന്ന രൂപത്തിൽ, നമ്മുടെ തൊലിയുടെ നിറം കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കരുത്. നേർച്ച തുണി കൊണ്ടുള്ള വസ്ത്രം ആകാൻ പാടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെ, ഔറത്ത് മറക്കണം എന്നത് നിസ്കാരത്തിന്റെ ഷർത്താണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ പല കുട്ടികൾ, അതുപോലെ ചെറുപ്പക്കാർ, അവരുടെയൊക്കെ ജീൻസ്, അതിന്റെ മോഡൽ എന്താണ്, പല ഭാഗത്തും കീറുകളാണ്. മറക്കേണ്ട ഭാഗം മറക്കാതെ നിസ്കരിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെ പ്രത്യേകമായി ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ വായ മറച്ചു പിടിക്കുക, വായ പൊത്തിപ്പിടിച്ച് നമസ്കരിക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് വിലക്കിയ കാര്യമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഗത്തിയ റജുലു ഫാഹു ഫി സ്വലാഹ്, എന്താക്കരുത്, വായ പൊത്തിക്കൊണ്ട് നമസ്കരിക്കരുത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇനി ഒരാൾക്ക് രോഗമുണ്ട്, അയാൾ മാസ്ക് ധരിക്കുകയാണ്, അത്തരത്തിലുള്ള ആളുകളാണെങ്കിൽ അത് പ്രശ്നമല്ല. അല്ലാത്ത അവസ്ഥയിൽ ഒരു കാരണവുമില്ലാതെ, ഒരു ആവശ്യവുമില്ലാതെ തുണി കൊണ്ടൊക്കെ വായ മറച്ചു കെട്ടുന്നത് അത് പാടില്ലാത്ത കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നമസ്കരിക്കുന്ന ആളുകൾ അവരുടെ തോൾ, അവരുടെ ഷോൾഡർ അത് മറന്നിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ലാ യുസല്ലി അഹദുകും ഫിസ് സൗബിൽ വാഹിദ് ലൈസ അലാ ആതിഖൈഹി ശൈഉൻ, നിങ്ങളിൽ ഒരാളും എന്താക്കരുത്, ഒറ്റ വസ്ത്രത്തിൽ നമസ്കരിക്കരുത്. അവന്റെ ഷോൾഡറിൽ എന്തില്ലാതെ, ഒന്നുമില്ലാതെ, അങ്ങനെ ഒറ്റ വസ്ത്രത്തിൽ നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിസ്കരിക്കുന്ന ആളുകൾ അവർ നമസ്കരിക്കുന്ന മുസല്ല, അതിൽ ചിത്രങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതിൽ രൂപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് അബൂ ജഹ്മ ബിൻ ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു വസ്ത്രം സമ്മാനമായി നൽകിയിരുന്നു. ആ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി നമസ്കരിക്കുന്നത്. ആ വസ്ത്രത്തിൽ എന്തുണ്ട്, ചില വരകളും വരകളൊക്കെയുണ്ട്, ചിത്രങ്ങളുണ്ട്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ ആ വസ്ത്രത്തിലുള്ള ആ ചിത്രങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ശ്രദ്ധയെ മാറ്റുകയുണ്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ വസ്ത്രം സമ്മാനം നൽകിയ അബൂ ജഹ്മിന് തന്നെ തിരിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിൽ നിന്ന് വഅതൂനി ബി അൻബിജാനിയ എന്ന് പറഞ്ഞാൽ വരകളും ചിത്രങ്ങളൊന്നുമില്ലാത്ത ഒരു വസ്ത്രം അദ്ദേഹത്തിൽ നിന്ന് റസൂലുള്ളാഹി തിരിച്ചു മേടിക്കുകയും ചെയ്തു, അദ്ദേഹത്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങളുമായി, അതിലെ അത്തരത്തിലുള്ള മുസല്ലകളിൽ വെച്ച് നമസ്കരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജേഴ്സി നമസ്കരിക്കാൻ വരുന്ന ആളുകളുണ്ട്. ആ ജേഴ്സിയുടെ ബാക്കിൽ എന്തുണ്ടാകും, പേരുകൾ ഉണ്ടാകും, എഴുത്തുകൾ ഉണ്ടാകും. അത് പിറകിൽ നിസ്കരിക്കുന്ന ആളുകളുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധയെ മാറ്റും. അതുപോലെ കണ്ണാടിയുടെ മുമ്പിൽ വെച്ച് നമസ്കരിക്കുക എന്നുള്ളത് അത് നമ്മുടെ ശ്രദ്ധ മാറ്റുന്നതാണ്. അതുപോലെ ചിത്രങ്ങളുള്ള സ്ഥലങ്ങൾ, അവിടെയൊന്നും എന്താക്കരുത്, നമ്മൾ നമസ്കരിക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട, പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ആരംഭത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാനും സുന്നത്തിൽ അധിഷ്ഠിതമായി ഇബാദത്തുകൾ ചെയ്യുവാനും അത് മുഖേന ധാരാളം പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാനും കഴിയുന്ന ആളുകൾ
നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.